ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമ ഭൂരിഭാഗവും നടക്കുന്നത് സ്പേസിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെയാണ്. പക്ഷേ ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമ ഒരിക്കലും സ്പേസിനെ കുറിച്ചുള്ള ഒരു സിനിമയല്ല. അത് സ്പേസിനും ടൈമിനും അപ്പുറമുള്ള ഒന്നിനെക്കുറിച്ചാണ്. ഒരു ദിവസം ക്രിസ്റ്റഫർ നോളൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്കുള്ള മ്യൂസിക്കിന് വേണ്ടി ഹാൻസ് സിമ്മറിന് ഒരു കത്തയക്കുന്നു. പക്ഷേ അതിനുള്ളിൽ സിനിമയുടെ യഥാർത്ഥ കഥ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരച്ഛനാവുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്ന ഒരു മനോഹരമായ മെറ്റഫോറിക്കൽ സ്റ്റോറി അതായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അതിനെ ആസ്പദമാക്കിയ ഒരു മ്യൂസിക്കാണ് നോളൻ ഹാൻസ് സിമ്മറിനോട് ആവശ്യപ്പെട്ടത്. ഹാൻസ് സിമ്മർ ഒരു ദിവസമെടുത്ത് അത് കമ്പോസ് ചെയ്യുന്നു. ശേഷം നോളനെ അത് കേൾപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ മനോഹരമായ കഥയ്ക്ക് അനുയോജ്യമായ ഒരു മ്യൂസിക് ഹാൻസ് സിമ്മർ നോളനെ വായിച്ച് കേൾപ്പിക്കുന്നു. ഹാൻസ് സിമ്മർ തൻ്റെ മകനെ മനസ്സിലാലോചിച്ച് തയ്യാറാക്കിയ ഒരു ചെറിയ കോമ്പോസിഷൻ ആയിരുന്നു ആ മ്യൂസിക്. നോളന് ആ മ്യൂസിക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് സിനിമ ഉടനെ തന്നെ ആരംഭിക്കണം എന്ന് ഹാൻസിനോട് പറയുന്നു. ഹാൻസ് സിമ്മറിന് ക്യൂരിയോസിറ്റി അടക്കാനായില്ല. അദ്ദേഹം സിനിമയുടെ കഥ ക്രിസ്റ്റഫർ നോളനോട് തിരക്കി. നോളൻ കഥ പറയാൻ തുടങ്ങി. പക്ഷേ ഹാൻസ് പ്രതീക്ഷിച്ച പോലെയല്ലായിരുന്നു കഥ. നോളൻ സ്പേസിനെക്കുറിച്ചും ബ്ലാക്ക് ഹോളിനെക്കുറിച്ചും ടൈമിനെക്കുറിച്ചും ഒക്കെ വാചാലനായി. വലിയ സ്കെയിലുള്ള ഒരു എപ്പിക് സ്റ്റോറിയാണ് അദ്ദേഹം ഹാൻസ് സിമ്മറോട് വിവരിച്ചത്. ഇത് കേട്ട് ഹാൻസ് സിമ്മർ ചോദിക്കുന്നത്, താൻ ചെയ്തു കൊടുത്ത വളരെ പേഴ്സണലായിട്ടുള്ള ഈ ചെറിയൊരു ഭാഗം മ്യൂസിക് കേട്ടുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത്ര എപ്പിക് ആയിട്ടുള്ള ഒരു സിനിമ ആരംഭിക്കാൻ നിങ്ങളിപ്പോൾ തീരുമാനിക്കുന്നത് എന്നാണ്. ഈ സിനിമയുടെ ഹൃദയം എവിടെയാണെന്ന് ഈ മ്യൂസിക് കേട്ടപ്പോൾ തനിക്ക് മനസ്സിലായി എന്നായിരുന്നു ക്രിസ്റ്റഫർ നോളൻ അതിന് കൊടുത്ത മറുപടി. നോളൻ പറഞ്ഞ ആ ഹാർട്ട് ഓഫ് ഇന്റർസ്റ്റെല്ലാർ ആണ് ഈ സിനിമയുടെ യഥാർത്ഥ പ്രമേയം. അത് ആ സിനിമയിലെ ഒരു സീനിലൂടെ അദ്ദേഹം നമ്മളോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ സീൻ ഇങ്ങനെയാണ്. സിനിമയുടെ ഒരു പോയിന്റിൽ കൂപ്പറിനും ഡോക്ടർ അമീലിയ ബ്രാൻഡിനും ഇടയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് ഭാവിയിൽ മനുഷ്യർക്ക് വാസയോഗ്യമായ പ്ലാനറ്റ് കണ്ടെത്തുന്നതിന് അനുയോജ്യമായി മുന്നിൽ ഇപ്പോൾ രണ്ട് പ്ലാനറ്റുകളെ ബാക്കിയുള്ളൂ. ഒന്ന് മാൻസ് പ്ലാനറ്റും മറ്റേത് എഡ്മണ്ട്സ് പ്ലാനറ്റും. അതിലൊന്നിനെ അവർക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കണം. 2 പ്ലാനറ്റുകളിൽ നിന്നും അവ രണ്ടും മനുഷ്യന് വാസയോഗ്യമാണെന്ന് എന്ന ഡേറ്റയാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സേഫ് ചോയ്സ് എന്ന നിലയ്ക്ക് ദൂരത്തിൽ ഏറ്റവും അടുത്തുള്ള മാൻസ് പ്ലാനറ്റാണ് കൂപ്പർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർ ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി അകലെയുള്ള എഡ്മണ്ട്സ് പ്ലാനറ്റാണ്. അതിന് കാരണമായി ഡോക്ടർ ബ്രാൻഡ് പറയുന്നത് ലവ് എന്ന പ്രതിഭാസത്തിനെ കുറിച്ചാണ്. അതായത് തൻ്റെ ലവറായ എഡ്മണ്ടിനെ കാണാൻ വേണ്ടിയുള്ള തൻ്റെ അതിയായ ആഗ്രഹം ഒരുപക്ഷെ എഡ്മണ്ട്സ് പ്ലാനറ്റ് ഒരു നല്ല ചോയ്സ് ആണെന്നുള്ള സൈൻ ആയിരിക്കാം എന്നാണ് ഡോക്ടർ ബ്രാൻഡ് വിശ്വസിക്കുന്നത്. അതിനെ അവർ ന്യായീകരിച്ചുകൊണ്ട് ലവ് എന്നത് ഒബ്സർവബിൾ ആണെന്നും പവർഫുൾ ആണെന്നും അതിനൊരു മീനിങ് ഉണ്ടെന്നുമൊക്കെയാണ് പറയുന്നത്. ലവ് എന്നത് മനുഷ്യർക്ക് വംശനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എവല്യൂഷൻ വഴി ലഭിച്ച ഒരു ബയോളജിക്കൽ ടൂൾ ആണെന്നൊക്കെ കൂപ്പർ വാദിക്കുന്നുണ്ട്. അതായത് തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പരിപാലിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും തമ്മിൽ ഉപകരിച്ചുകൊണ്ടുമൊക്കെ സർവൈവ് ചെയ്തു പോകാൻ സ്നേഹം എന്ന വികാരം നമ്മൾ മനുഷ്യരെ സഹായിക്കുന്നു. അതുമാത്രമല്ലാതെ മനുഷ്യക്കുഞ്ഞുങ്ങൾ മറ്റ് മാമൽസിനെ അപേക്ഷിച്ച് പ്രിമച്ചുവറായിട്ടാണ് ജനിക്കുന്നത്. അതായത് സ്വന്തമായി നടക്കാനോ ഭക്ഷണം കണ്ടെത്താനോ കഴിയാതെ. അതുകൊണ്ട് ലവ് അഥവാ സ്നേഹം എന്ന വികാരം മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടില്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ അവർ വേണ്ടത്ര മെനക്കെടാതെ പോകും. അങ്ങനെ മനുഷ്യരാശി ഇല്ലാതാകും. അതുകൊണ്ട് സർവൈവ് ചെയ്യാനും എക്സ്റ്റൻഷനായി പോകാതിരിക്കാനും വേണ്ടിയുള്ള ഉപാധിയായി മാത്രം ലവിനൊരു മീനിങ് ഉണ്ടാകാം എന്ന് കൂപ്പർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ മരിച്ചുപോയവരോട് എന്തുകൊണ്ട് നമുക്ക് സ്നേഹം നിലനിൽക്കുന്നു എന്ന ഡോക്ടർ ബ്രാൻഡിന്റെ ചോദ്യം കൂപ്പറിനെ കുഴയ്ക്കുന്നു. എന്നാലും അവർ ഒടുവിൽ കൂപ്പറിന്റെ സജഷൻ സ്വീകരിച്ച് മാൻസ് പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ കൂപ്പർ അയാൾ ഇവിടെ സയന്റിഫിക് ആയിട്ടുള്ള റൈറ്റ് ചോയ്സ് ആണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അറിയാതെ തന്നെ അയാൾ ഭൂമിയിൽ തന്റെ മകളുടെ അടുത്തേക്ക് ഏറ്റവും വേഗം തിരിച്ചെത്താൻ കഴിയുന്ന ചോയ്സ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ആ ചോയ്സ് ആണ് ഇപ്പോൾ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന മാൻസ് പ്ലാനറ്റ്. ആ ചോയ്സിൽ മാത്രമാണ് അവർക്ക് ആ പ്ലാനറ്റ് സന്ദർശിച്ച ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ബാക്കി വരികയുള്ളൂ. ലോകത്തെ രക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യം തൻ്റെ മുന്നിലുണ്ടെങ്കിലും കൂപ്പറിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന പ്രേരണ തൻ്റെ മകളുടെ അടുത്തേക്ക് തിരികെ എത്താനുള്ള തൻ്റെ ആഗ്രഹമാണ്. അതിലൂടെ ഡോക്ടർ ബ്രാൻഡിൻ്റെ ലവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് താൻ അറിയാതെ തന്നെ കൂപ്പർ ശരിവയ്ക്കുകയാണ്. ഡോക്ടർ ബ്രാൻഡ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ സ്നേഹത്തിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടാകാം. ഒരുപക്ഷെ അത് നമ്മളുടെ സ്വബോധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഹയർ ഡൈമെൻഷന്റെ തെളിവാകാം. സ്പേസിന്റെയും ടൈമിന്റെയും ഡൈമെൻഷനുകൾ മറികടന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് സ്നേഹം മാത്രമായിരിക്കാം. ഇത് സത്യമാക്കിക്കൊണ്ടാണ് ക്ലൈമാക്സിൽ കൂപ്പർ ടെസറാക്റ്റിനുള്ളിൽ നിന്ന് മർഫുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ഇൻഫിനിറ്റായ സ്പേസും ടൈമും ഉണ്ടായിരുന്നിട്ടും മർഫിന്റെ വാച്ചിലേക്ക് ഡാറ്റ അയക്കാൻ കൂപ്പറിനെ സഹായിക്കുന്നത് ഗ്രാവിറ്റിയും അവർക്കിടയിലെ ആ ഇമോഷണൽ ബോണ്ട് അഥവാ ലവുമാണ്.
ഡോക്ടർ ബ്രാൻഡ് പറഞ്ഞതുപോലെ സ്നേഹം എന്നത് കേവലം ഒരു ഇമോഷൻ മാത്രമല്ല, അത് ഗ്രാവിറ്റി പോലെ തന്നെ ഡയമെൻഷനുകൾക്കപ്പുറം ഉള്ള ഒരു ഫിസിക്കൽ ഫോഴ്സ് കൂടിയാണ് എന്ന് ഈ ക്ലൈമാക്സ് നമ്മൾക്ക് കാണിച്ചു തരുന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതറ്റത്താണെങ്കിലും കാലത്തിന് എത്ര അപ്പുറത്താണെങ്കിലും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിന് ആശയവിനിമയം നടത്താൻ കഴിയുമെന്ന് ഈ ക്ലൈമാക്സ് കാണിച്ചു തരുന്നു. സോ ബേസിക്കലി സർഫസ് ലെവലിൽ ഇൻ്റർസ്റ്റെല്ലാർ ഒരു സയൻസ് ഫിക്ഷൻ ഫിലിം ആണെങ്കിലും അതൊരു സ്പേസിനെ കുറിച്ചുള്ള സിനിമയല്ല. ഈ സിനിമയുടെ ആത്മാവ് എന്നത് ആഴത്തിലുള്ള മനുഷ്യബന്ധങ്ങളെക്കുറിച്ചാണ്. സ്പേസ് ഈ സിനിമയുടെ ഒരു സെറ്റിംഗ് മാത്രമാണെന്നേ ഉള്ളൂ. ഇൻ്റർസ്റ്റെല്ലാർ എന്നത് സ്നേഹത്തിനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഒരു അച്ഛൻ മകൾ ബന്ധം കാണിക്കുന്ന സിനിമയാണ്. ഒരച്ഛൻ തൻ്റെ മകളുടെ അടുത്തേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന സിനിമയാണ്.